ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്സ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളയിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വിനെഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് പതിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര കുറച്ചായിട്ടാണ് ചേർക്കുന്നത്. ഇതാദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പിന്നെ കുറച്ചുകൂടെ ഒന്ന് പതിഞ്ഞ് വരുന്ന സമയത്ത് ബാക്കി ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഉണ്ട്, അതും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് വെനില എസൻസ് ചേർക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് മൈദ ചേർക്കണം. ഇതിലോട്ട് ഒരു മുട്ടയുടെ അളവിനുള്ളതാണ് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് അതിൽ കൂടുതൽ മുട്ട എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാം കൂട്ടിയാൽ മതി. ഇനി നമ്മൾക്ക് പാല് 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തത് ഇനി നമ്മളുടെ എഗ് വൈറ്റിലോട്ട് ഇട്ടിട്ട് ഒന്ന് പതുക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് റഫായിട്ട് മിക്സ് ചെയ്യരുത്. ഇപ്പം എല്ലാം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഒരു മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾക്ക് വേവിച്ചെടുക്കാൻ. മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് 5 മിനിറ്റോളം വെക്കണം നമ്മൾക്ക്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ 10 മിനിറ്റ് വേണ്ടി വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മാവ് ഇപ്പം ഞാൻ ഒരു പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം കുഞ്ഞായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പം ഒരുപാട് ടൈം വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് മറിച്ചെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ 2 ചട്ടകമൊക്കെ വേണ്ടി വരും. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഹണിയൊക്കെ ഒഴിച്ച് ബട്ടറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.